മറ്റാരും അവിടെ കടന്നു എന്ന് അവരെ ഒരു ശല്യവും ചെയ്തിട്ടില്ല. തൃഷയാണ് ഇത്തരത്തില് എപ്പോഴും വിജയുടെ കൂടെ നടന്നതും ഗോസിപ്പുകൾ കാക്കം കൂട്ടുന്ന രീതിയിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. സംഗീത ഈ ഹർജി നൽകുമ്പോഴും വിജയ് ഒരിക്കൽ പോലും ഈ വിവാഹ മോചനത്തിന് വിജയ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റിയത്. വിജയുടെ അമ്മയായ ശോഭയാണ് സംഗീതയോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയും വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഗീത ഒത്തുതീർപ്പിലായിരിക്കുകയാണ്. വിജയും സംഗീതയും ഒന്നിക്കുന്നു എന്നുള്ള ഒരു വാർത്ത അമ്മയുണ്ട്. അവർ ഒന്നിച്ച് ജീവിക്കുവാൻ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുവാനുള്ള തയ്യാറെടുക്കുന്ന ഇവരുടെ മുമ്പിലേക്ക്, ഇവരുടെ ഇടയിലേക്ക് ഈ തൃഷ കയറി ചെല്ലാതിരിക്കുക. അങ്ങനെ മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ തൃഷയുടെ അവസ്ഥ അത് തന്നെയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി നടനുമായ വിജയും ഭാര്യ സംഗീതയും ഒന്നിക്കുന്നു എന്നുള്ള ഒരു ശുഭകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത കുടുംബ ജീവിതത്തിലുണ്ടായ ചില വിള്ളലുകളെ തുടർന്ന്, അതായത് ഒരു പ്രമുഖ നടിയുമായിട്ടുള്ള ബന്ധങ്ങളെ ആരോപിച്ച് വിവാഹമോചനത്തിന് ഹർജി കൊടുത്തിരിക്കുകയായിരുന്നു ഈ സംഗീത വിജയുടെ ഭാര്യയായ സംഗീത. ചെങ്കൽപ്പേട്ട് കോടതിയിലാണ് ഈ ഹർജി നൽകിയിരുന്നത്. 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 27 വർഷം കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രമുഖ നടിയുമായി ഒരു ഇഷ്യൂ, പ്രമുഖ നടിയുമായിട്ടുള്ള ബന്ധം മൂലമാണ് താര ഈ വിവാഹ മോചന കേസ് ഫയൽ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് സംഗീത വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ പ്രമുഖ നടി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് തൃഷയാണ്, മറ്റാരുമല്ല അല്ലെ. മറ്റാരും അവിടെ കടന്നു എന്ന് അവരെ ഒരു ശല്യവും ചെയ്തിട്ടില്ല. തൃഷയാണ് ഇത്തരത്തില് എപ്പോഴും വിജയുടെ കൂടെ നടന്നതും ഗോസിപ്പുകൾ കാക്കം കൂട്ടുന്ന രീതിയിൽ നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതാരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല, തൃഷ തന്നെയാണ്. ഈ കേസ് കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെ പല ദിവസങ്ങളിലും കോടതിയിൽ നിന്ന് ഇവർക്കുള്ള ഹിയറിങ്ങിനൊക്കെ വിളിക്കുകയും എന്നാൽ ഒത്തുതീർപ്പൊന്നും ആകാതെ കേസ് അവിടെ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് ഉച്ചതിരിഞ്ഞോടുകൂടി തന്നെ ഈ കേസിനൊരു ഒത്തുതീർപ്പുണ്ടായിരിക്കുകയാണ്. കാരണം ഇത് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, വിജയുടെ അമ്മയായ ശോഭയാണ് സംഗീതയോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയും വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഗീത ഒത്തുതീർപ്പിലായിരിക്കുകയാണ്. വിജയും സംഗീതയും ഒന്നിക്കുന്നു എന്നുള്ള ഒരു വാർത്ത അമ്മ ഇടപെട്ട്, വിജയുടെ അമ്മയായ ശോഭ ഇടപെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കുകയും അവരെ വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് ജീവിക്കുവാനുമായിട്ട് ഒരു തീരുമാനമെടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് സംഗീത ഈ കോടതിയെ വീഡിയോ കോൺഫറൻസിലൂടെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ശുഭകരമായ വാർത്തയാണ്. നമ്മളെല്ലാവരെയും സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വിജയുടെയും സംഗീതയുടെയും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സന്തോഷകരമായ കാര്യങ്ങൾ തന്നെയാണ്. ഈ കേസ് സംഗീത ഫയൽ ചെയ്യുമ്പോൾ, അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംഗീത ഈ കേസ് കൊടുക്കുന്നത്, കോടതിയിൽ ഹർജി നൽകുന്നത്. അപ്പോൾ ഈ വിജയുടെ തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി. അപ്പോൾ വിജയുടെ രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം വിജയുടെ ആരാധകർക്കും അതുപോലുള്ള ആൾക്കാർ, വിജയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക്, ആരാധകർക്കും അതുപോലുള്ള എല്ലാ ജനങ്ങൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചിന്താഗതി കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. വിജയുടെ കരിയറിനെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു എല്ലാവരിലും തോന്നിയിരുന്നത്. ഇവരുടെ ഈ കേസ് അല്ലെങ്കിൽ ഇവരുടെ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഇവരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായതാണ് എന്നുള്ള കാര്യങ്ങൾ ഇവരുടെ ആ സംസാരത്തിൽ നിന്നും ഇവരുടെ ആ ഒരു ഇപ്പൊ ഒത്തുതീർപ്പിലാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം കൂടുതലും ഗോസിപ്പ് ആയിട്ട് വന്ന വാർത്തകളായിരുന്നു എന്നാണ് ഇവരുടെ ആ ഇപ്പൊ ഒത്തുതീർപ്പ് ആയിരിക്കുന്നതും അങ്ങനെയുള്ള തീരുമാനം എടുത്തതിനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അതായത് ഈ ഇവരെ സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഈ കേസ് കൊടുത്തതിന് ശേഷം സംഗീതയും മക്കളും സംഗീതയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇന്റർവ്യൂവിൽ, അതായത് ഓരോ സ്റ്റേജ് പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിലൊക്കെ മീഡിയക്കാർ ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് ഈ വിജയുടെ മകനായ ജെയ്സൺ വിജയ് പറയുന്നത്, അതായത് ഒരു മീഡിയയിൽ ചോദിക്കുകയാണ്, ഒരു ബോളിവുഡ് റേഞ്ചിലുള്ള ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ താങ്കൾ ഒരു സംവിധായകൻ എന്നുള്ള ഒരു നിലയിൽ താങ്കൾക്ക് ആരെയായിരിക്കും, ഏത് നടനെ ആയിരിക്കും എടുക്കുവാൻ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ വിജയുടെ മകനായ ജെയ്സൺ പറയുകയാണ്, എനിക്ക് അച്ഛനെ അതിലേക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം എന്നാണ് ഈ ജെയ്സൺ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന കാര്യങ്ങൾ, അവർക്ക് അച്ഛനും മക്കളോടും ഒക്കെ വളരെയധികം സന്തോഷകരമായിട്ട് പോയിരുന്ന ഒരു കുടുംബമാണ്. ഈ കേസ് നിലവിലുള്ളപ്പോഴും അവർക്ക് അച്ഛനോട് പിണക്കമൊന്നുമില്ല. അവർ വളരെ നല്ല രീതിയിൽ അവരുടെ അച്ഛന്റെ കൂടെ തന്നെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന കാര്യങ്ങൾ. അവൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംഗീത ഈ ഹർജി നൽകുമ്പോഴും വിജയ് ഒരിക്കൽ പോലും ഈ വിവാഹ മോചനത്തിന് വിജയ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് സംഗീത ചില പരിഭവത്തിന്റെ പേരിലും ചില തെറ്റിദ്ധാരണകളുടെ പേരിലും ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിലും ഒക്കെ സംഗീത ഇങ്ങനെയൊരു കേസ് ഫയൽ ചെയ്തപ്പോഴും വിജയ് ഇതിനൊന്നും തയ്യാറായിരുന്നില്ല. അതായത് വിവാഹ മോചന കേസിൽ ഒപ്പിടുവാനോ അല്ലെങ്കിൽ വിവാഹ മോചനത്തിനോ വിജയ് തയ്യാറായിരുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മളൊക്കെ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തൃഷ എന്ന് പറയുന്ന ഒരു നടി അവരുടെ ജീവിതത്തിലേക്ക് അവരിപ്പം കാര്യങ്ങളെല്ലാം സോൾവ് ആയിട്ട് വളരെ അവരുടെ അമ്മ തന്നെ, വിജയുടെ അമ്മ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് സംഗീതയോട് ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് അവർ ഒന്നിച്ച് ജീവിക്കുവാൻ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോകുവാനുള്ള തയ്യാറെടുക്കുന്ന ഇവരുടെ മുമ്പിലേക്ക്, ഇവരുടെ ഇടയിലേക്ക് ഈ തൃഷ കയറി ചെല്ലാതിരിക്കുക, അങ്ങനെ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും പറയുവാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ തൃഷയിൽ നിന്നുണ്ടാകാതിരിക്കുക, ഇവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ തൃഷ ചെയ്യേണ്ടതും. അതുപോലെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്കെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവിധ ആശംസകളും വിജയിക്കും, സംഗീതയ്ക്കും, മക്കൾക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.